Good afternoon. Good afternoon. Good afternoon. Good afternoon to all. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റെപ്സ് ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. റിക്രൂട്ട്മെന്റ് പോളിസി പറഞ്ഞു അതില്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ അടുത്ത സ്റ്റെപ്പ് ആണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഫിഫ്ത് പോയിന്റ് പറഞ്ഞില്ലേ? ഏത് പോയിന്റ് ആണ്? ഫാക്ടേഴ്സിലാണോ? പ്രോസസ് പറഞ്ഞല്ലോ. ടു ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് മാൻ പവർ കമ്പോണന്റ് എടുത്തു, റിക്രൂട്ട്മെന്റ് ഒക്കെ എടുത്തല്ലോ. പറഞ്ഞിട്ടില്ലാന്നോ? ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ?
മാൻ പവർ പ്ലാൻ കമ്പോണന്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനത് പറഞ്ഞിരുന്നല്ലോ. ആരെങ്കിലും ഓർമ്മയുണ്ടോ പറഞ്ഞത്? അപ്പൊ എന്തേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല? റിക്രൂട്ട്മെന്റ് എടുത്തു, അതിലെ ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴും പറഞ്ഞില്ലല്ലോ നിങ്ങൾ? എടുത്തു എന്നാണ് എന്റെ ഓർമ്മ. പറഞ്ഞിട്ടില്ല. നോക്കട്ടെ കേട്ടോ. ഓക്കെ, പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാൾ പറയുന്നുണ്ടല്ലോ. എങ്കിലും പറയാം. ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് 5 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ അഞ്ചാമത്തേതാണ് to develop human resource plan. This step refers to the development and implementation of human resources plan. Yes, ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഉറപ്പ്. അത് കഴിഞ്ഞിട്ടാണ് നിഷംസ് വന്നത്. ഒന്നുകൂടി പറയാം. Consist of finding of the sources of labor supply in order to make an effective use of these resources. The first thing therefore to decide. Okay, അത് വിട്ടേക്കൂ. ഒന്നുകൂടി പറയാം. To decide on the policy, should the personnel be hired from within the promotional channels or should be obtained from outside source? The best the best policy followed by most organizations is to fill up higher vacancies by promotion and lower level positions by recruitment from labor market. But എന്താ പറയുന്നത്? ഓർഗനൈസേഷന്റെ പ്ലാൻ, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്റേണൽ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ മാർക്കറ്റിൽ നിന്നും വേക്കൻസീസുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എന്താണ് ഇതിന്റെ ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത് മോസ്റ്റ് ഓർഗനൈസേഷൻസും അതിന്റെ വേക്കൻസീസ് ഹയർ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ പ്രമോഷൻ വഴിയും, അത് ഹയർ വേക്കൻസി ഉയർന്ന സ്ഥാനത്തേക്കുള്ള വേക്കൻസീസ് നമ്മൾ പ്രമോഷൻ വഴിയും, താഴ്ന്ന ലെവലുള്ള പൊസിഷൻസ് എങ്ങനെയാണ് ലേബർ മാർക്കറ്റിൽ നിന്നുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പൊസിഷൻസ് അവിടെ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അതായത് ഒഴിവ് വന്ന മേഖലകളിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും എംപ്ലോയീസിനെ സെലക്ട് ചെയ്തിട്ട് ആ പൊസിഷൻസ് എല്ലാം ഫില്ല് ചെയ്യുക. ഹയർ വേക്കൻസീസ് പ്രമോഷനിലൂടെ ഫില്ല് ചെയ്യുന്നു. ലോവർ പൊസിഷനിലുള്ള ആൾക്കാരെ നമ്മൾ എവിടെയാണ് സെലക്ട് ചെയ്യുന്നത്? ലേബർ മാർക്കറ്റിൽ നിന്നാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. Then steps on recruitment process. Recruitment policy കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. Recruitment organization. Let's നോക്കാം. There is no general procedure for hiring new staff which is applicable to all business enterprises. Each enterprise has its customized procedure which train. It is the best desired quantity and quality of manpower at the minimum possible cost. Okay, recruitment organization എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? There is no general procedure for hiring new staff. അതായത് ന്യൂ സ്റ്റാഫുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊസീജിയേഴ്സും ഇല്ല. അതായത് ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ ഓരോ എന്റർപ്രൈസസും ഓരോ റിക്രൂട്ട്മെന്റ് പോളിസീസ് നടത്തുന്നത്. അതായത് ഓരോ ഓർഗനൈസേഷന്റെ വലിപ്പം, സൈസ് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുള്ളൂ അവരവിടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. അപ്പോൾ അതിന് പ്രധാനമായപ്പെട്ട അല്ലെങ്കിൽ വ്യക്തമായ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ, നിർബന്ധമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയില്ല.
അതായത് കൃത്യമായിട്ടുള്ള ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള ഹെൽപ്പ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടേതായ പൊസിഷൻ അനുസരിച്ചിട്ട് മാത്രമാണ് ഓരോരുത്തരെയും ഒരു മിനിമം പോസിബിൾ ലെവലിൽ അവരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അല്ലാതെ എഴുതി വെക്കപ്പെട്ട കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ റിക്രൂട്ട്മെന്റ് പോളിസീസിൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, അത് ഓരോ ഓർഗനൈസേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഒരു കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അല്ലാതെ പുതിയ സ്റ്റാഫുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പുതിയതായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റിൽ ഉണ്ടാകുന്നില്ല. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഇവിടെ നമ്മുടെ എംപ്ലോയീസിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് നോക്കാം. എ റിക്വസിഷൻ ഓർ ആൻ ഇന്റന്റ് അല്ലെങ്കിൽ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ അഭ്യർത്ഥനയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? For requirement should be submitted by the line official. The intent should be checked against the post allotted to the department or branch. If the intents are found correct, the proposed requirements are authorized. Initial pay, the scale and other admissible allowances are decided. In the end, job specifications and man specifications are decided into consultation with the line managers. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? എന്ത് കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ജീവനക്കാരുടെ ആവശ്യങ്ങളെ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് റിക്രൂട്ട്മെന്റ് പോളിസിയുടെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു സ്റ്റെപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് ജീവനക്കാരെ എംപ്ലോയീസിന് ആവശ്യപ്പെടുന്നതിനോ പുതിയതായിട്ട് അവരെ നിയമിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നതോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ റിക്വസിഷൻ, ഈ ഇന്റന്റ് എന്ന് പറയുന്നത്, ഈ അഭ്യർത്ഥന ആരാണ് അലോട്ട് ചെയ്യുന്നത്? ആരായിരിക്കുള്ളൂ? ലൈൻ ഓഫീസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈൻ ഓഫീസർമാരായിരിക്കും ഇതിന്റെ റിക്വസ്റ്റ്. അതായത് ഒരു സ്റ്റാഫിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു റിക്വസ്റ്റ് സമർപ്പിക്കുന്നു. ആർക്കാണ് സമർപ്പിക്കുന്നത്? ലൈൻ ഓഫീസർക്ക് അല്ലെങ്കിൽ ലൈൻ മാനേജർക്കായിരിക്കും നമ്മുടെ ഒരു ഇന്റന്റ് സമർപ്പിക്കുന്നത്. ആ ഇന്റന്റിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഒരു സ്റ്റാഫിന് വേണ്ട അവരുടെ ആവശ്യകതകളാണ്. അതായത് ഒരു സ്റ്റാഫിന്റെ ആവശ്യകതകൾ തിരിച്ചറിയാൻ ആ ആവശ്യകതകളാണ് ആ ഇന്റന്റിൽ നമ്മൾ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ആ അഭ്യർത്ഥനയിൽ കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ആ അഭ്യർത്ഥന കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ആ ഇന്റന്റിൽ കൊടുത്തിരിക്കുന്ന ആവശ്യകതകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസും ആവശ്യപ്പെടുന്നതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് അവരാദ്യം ചെക്ക് ചെയ്യും. ദെൻ ചെക്ക് ചെയ്തതിനു ശേഷം, അതായത് ആ അഭ്യർത്ഥന ഒന്ന് പരിശോധിക്കുന്നു. അഭ്യർത്ഥന പരിശോധിച്ചതിന് ശേഷം എന്താണ് അവരാവശ്യപ്പെട്ട പരിഗണനകൾ, അതായത് എന്തിനെ കുറിച്ചിട്ടായിരിക്കും എംപ്ലോയീസുകൾ ആവശ്യപ്പെടുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു അഭ്യർത്ഥന അവർ കൊടുക്കുന്നത്, എന്തൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ കൊടുക്കുന്നത് അഭ്യർത്ഥന, റിക്വസ്റ്റ് കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്? ഏർണിങ്സ് അല്ല, എന്താണ് നമ്മുടെ ജോലി ആവശ്യകതകൾ, നമ്മുടെ സാലറി പാക്കേജസുകൾ, അല്ലെങ്കിൽ എന്താണ് മറ്റു ആനുകൂല്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ആവശ്യകതകളാണ് ആ ഇന്റന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അവരുടെ പരിശോധനയ്ക്ക് ശേഷം ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് വായിച്ചു നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ റിക്വസ്റ്റ് നോക്കുന്ന സമയത്ത് പരിശോധനയുടെ ഇടയിൽ ഇതെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തീരുമാനിക്കപ്പെടുന്നു? ലൈൻ മാനേജറുമായിട്ട് കൃത്യമായിട്ട് മാനേജ്മെന്റുമായിട്ട് നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു? ഓരോരുത്തർക്കും കൊടുക്കേണ്ട ജോലികൾ ഏതൊക്കെയാണ്, ജോബ് സ്പെസിഫിക്കേഷൻസ് അവിടെ തീരുമാനിക്കപ്പെടുന്നു. അതിനുശേഷം എന്താണ്? ആവശ്യമായ യോഗ്യതകൾ അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ജോലി വിതരണം ചെയ്തു കൊടുക്കും. അതായത് ഇതിനെ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിനുള്ളിലായിട്ട് പുതിയ തൊഴിലവസരങ്ങൾ ഒഫീഷ്യൽ ആയിട്ട് അഭ്യർത്ഥിക്കുകയും നിർവചിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിന്റെ ആവശ്യകതകൾ അനുസരിച്ചിട്ട് അവരുടെ അഭ്യർത്ഥനകളെ മാനിച്ചുകൊണ്ട് എന്താണ് അതെല്ലാം പരിശോധിക്കുകയും ആവശ്യമാണെങ്കിൽ അതിനെല്ലാം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താ? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും ഭാഗം ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഒരു സ്ഥാപനത്തിൽ പുതിയ ആൾക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് കൊടുക്കുന്നതാണ് എന്താ? ഇന്റന്റ് അഥവാ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ആ റിക്വസ്റ്റിൽ എന്താ ഉള്ളത്?
എന്താണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അവരുടെ ആവശ്യകതകളാണ്. ഓരോ എംപ്ലോയീസിന്റെ ആവശ്യകതകൾ. പ്രത്യേകിച്ച് ആവശ്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അവരുടെ പാക്കേജസ്, സാലറി പാക്കേജസ്, മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അത് പരിശോധനയ്ക്ക് ശേഷം ഓക്കെ ആയി കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് വേണ്ട യോഗ്യതകൾ അനുസരിച്ചുള്ള പോസ്റ്റുകൾ അവിടെ കൃത്യമായ രീതിയിൽ നിയമിക്കപ്പെടുകയും പിന്നെന്താണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്വയർമെന്റ് എന്ന പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട എംപ്ലോയീസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഭാഗമാണത്, ഒരു സ്റ്റെപ്പാണത് കേട്ടോ. ഓക്കെ, then development of sources of recruitment. Development of source of recruitment. ഇനി നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഈ ജീവനക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? എവിടെ നിന്നൊക്കെയാണ്? നമ്മൾ രണ്ട് സോഴ്സസിൽ കൂടിയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് ഇന്റേണൽ സോഴ്സസിൽ കൂടിയും എക്സ്റ്റേണൽ സോഴ്സസിൽ കൂടിയും. എന്താണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്? These consist of personnel who are already on the payroll of an organization. Its present working force, whenever it's reported, somebody from within the organization will be upgraded, transferred, promoted, or sometimes demoted. Internal resources. Internal എന്ന് പറയുമ്പോൾ എവിടെ നിന്നായിരിക്കും ഇവിടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്? നമ്മൾ സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? എവിടെ നിന്നായിരിക്കുള്ളൂ? ഇന്റേണൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനുള്ളിൽ നിന്നാണോ പുറത്തു നിന്നായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ? വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ് അല്ലെ. വിത്തിൻ ദ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ റിക്രൂട്ട്മെന്റ് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതായത് റിക്രൂട്ട്മെന്റ് പോളിസി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിലുള്ള ആൾക്കാരെ, ഉള്ളിലുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അവരെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും അല്ലെ, പുതിയ പൊസിഷൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് മറ്റൊരു പൊസിഷനിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് പ്രമോഷൻ കൊടുക്കും, ദെൻ സിറ്റുവേഷൻ ബേസ്ഡ് അവരെ ഡിമോട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്റേണൽ സോഴ്സസിൽ കൂടെ നമ്മൾ ജീവനക്കാരെ നിയമിക്കുന്നത് എങ്ങനെയാണ്? എന്നല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ അകത്ത് നിന്ന് തന്നെ അപ്ഗ്രേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കുക. അതേ സ്ഥാപനത്തിന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെന്താണ് പ്രമോഷനിലൂടെ അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് എന്ത് ചെയ്യുന്നു? അവർ ചിലപ്പോൾ ഡിമോട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇന്റേണൽ സോഴ്സസിൽ കൂടെ റിക്രൂട്ട്മെന്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പുറത്തു നിന്നാണ് അല്ലെ. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പുറത്തു നിന്നാണ് അല്ലെ. അപ്പോ ഇന്റേണൽ സോഴ്സ് എന്താണെന്ന് മനസ്സിലായോ പറഞ്ഞത്? അതായത് അതിനകത്തുള്ള നിലവിലുള്ള ജീവനക്കാരെ എന്ത് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവരുടെ ഒഴിവുകൾ നികത്തുന്നത്? ഒന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തോ, പ്രൊമോട്ട് ചെയ്തോ, അപ്ഗ്രേഡ് ചെയ്തോ, ഡിമോട്ട് ചെയ്തിട്ടായിരിക്കും അതിനുള്ളിലുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ സോഴ്സസിൽ കൂടി എങ്ങനെയാണ് നമ്മൾ ഇനി ചെയ്യുന്നത്? എക്സ്റ്റേണൽ സോഴ്സസിൽ കൂടി എങ്ങനെ സെലക്ട് ചെയ്യും? ഔട്ട്സൈഡ് ആണ് അല്ലെ. ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ദീസ് സോഴ്സസ് വിച്ച് ലൈൻ കൺസിസ്റ്റ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ യൂഷ്വലി ഇൻക്ലൂഡ്. അപ്പൊ എക്സ്റ്റേണൽ സോഴ്സസിൽ കൂടി നമ്മൾ എംപ്ലോയീസിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. അതിന് നമ്മൾ 4 രീതിയിലാണ് എക്സ്റ്റേണൽ ആയിട്ട് എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് പുറത്തു നിന്ന്. ഒന്നെങ്ങനെയാണ്? ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, റിട്ടയർഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, അതേഴ്സ് മറ്റുള്ളവരുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസിൽ കൂടി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? New entrants to the labor force, young, mostly inexperienced potential employees, the college students. External sources കൂടി നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ് അനുസരിച്ചിട്ട് നമ്മൾ മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഫ്രഷേഴ്സ് ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസുകൾ. ഓക്കെ, അവരെ ആയിരിക്കും നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസിൽ കൂടി ഫ്രഷേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കുന്നത്. ദെൻ അൺഎംപ്ലോയിഡ് with a wide range of skill abilities. നമ്മൾ എങ്ങനെയാണ് അൺഎംപ്ലോയിഡ് എന്ന് പറയാൻ കാരണം എന്താണ്? എങ്ങനെയുള്ളവരെയാണ് നമ്മൾ അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ളവരെയാണ് ക്വാളിഫിക്കേഷൻസ് എന്തായിട്ടും ആ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിട്ടുള്ള ജോലി കിട്ടാത്ത ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ് എന്ത്? അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ് ജോലി അവരുടെ ആ ഒരു സ്കില്ലിനനുസരിച്ചുള്ള ജോലി കിട്ടാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ അടുത്ത എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് ആരാണ്? അവരാണ് അല്ലെ. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വൈഡ് റേഞ്ച് സ്കിൽസ് എബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സുകൾ ഉണ്ടായിരിക്കും, അവരെ സെലക്ട് ചെയ്യുന്നു. പിന്നെ ആരെയാണ്? റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അതാണ് റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്.
വിരമിച്ച പരിചയസമ്പന്നരായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ചില സ്ഥാപനങ്ങളിൽ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടല്ലേ, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളവര്, അവരെങ്ങനെയുള്ളവരായിരിക്കുള്ളൂ? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളവർ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസിൽ കൂടി തിരഞ്ഞെടുക്കുന്നു. ദെൻ അതേഴ്സ്, മറ്റുള്ള കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാരെ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചു. അതായത് ഇതെല്ലാം തന്നെ എന്തിൽ ഉൾപ്പെടുന്നവരാണ്? നമ്മൾ പുറത്തുനിന്ന് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ കാറ്റഗറീസ് ആണ്. ഓക്കെ, ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് ആ കമ്പനിക്കുള്ളിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ഗ്രേഡ് ചെയ്ത്, പ്രൊമോട്ട് ചെയ്ത്, ഡിമോട്ട് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്? പുതിയ ഫ്രഷേഴ്സിനെ സെലക്ട് ചെയ്യുന്നു, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്നു, റിട്ടയർഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസും അതേഴ്സ്. ഇതിൽ നിന്നുമായിരിക്കും നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിലേക്ക് എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും മനസ്സിലായോ? The methods or techniques of recruitment. Methods or techniques of recruitment. Recruitment techniques methods എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. 3 മെത്തേഡ്സിൽ കൂടിയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. This consists of sending traveling recruiters to education and professional institutions. Employees contact with public and mannered exhibits. One of the widely used direct method is that of sending recruits to college and technical schools. But direct method എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിക്രൂട്ടേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പസ് സെലക്ഷൻസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ കാണാറില്ലേ? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രഷേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അതായത് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെന്ന് നേരിട്ട് അവിടെ റിക്രൂട്ട് ചെയ്തെടുക്കുകയാണ്. പ്രത്യേകിച്ച് എങ്ങനെയുള്ള ടെക്നിക്കൽ സ്കൂളുകള്, കോളേജസിലുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള കുട്ടികളെ ആയിരിക്കും അവിടെ ഡയറക്റ്റ് മെത്തേഡിലൂടെ റിക്രൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് റിക്രൂട്ടേഴ്സ് അവരെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്തിയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒരു ഇന്റർവ്യൂ, അങ്ങനെയുള്ള എന്തെങ്കിലും സെഷൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെ ഡയറക്റ്റ് മെത്തേഡ്സിലൂടെ കുട്ടികളെ അവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡിലൂടെയാണ്. അതായത് എങ്ങനെയാണ് റിക്രൂട്ടേഴ്സ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നേരിട്ട് പോയിട്ട് അവിടെ പോയിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then indirect method എന്താണ്? Our advertising newspapers, on the radio, in trade and professional journals, technical magazines and brochures are mostly included in this method. Indirect ആയിട്ട് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? അഡ്വർടൈസ്മെന്റിലൂടെ അല്ലെ? അതായത് പബ്ലിസിറ്റി കൊടുത്തിട്ട് റേഡിയോസോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ ജേർണൽ, പ്രൊഫഷണൽ ആയിട്ടുള്ള ജേർണൽ, ഇപ്പൊ കമ്പനീസുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ജേർണൽസിലോ ടെക്നിക്കൽ മാഗസീൻസോ ബ്രോഷറോ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ്? നീതു എവിടെ പോയിരുന്നു? ഇത്ര ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്? ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അഡ്വർടൈസ്മെന്റിലൂടെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് റേഡിയോ വഴിയോ മറ്റ് മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ജേർണൽസോ ടെക്നിക്കൽ മാഗസീൻസോ അല്ലെങ്കിൽ ബ്രോഷറൊക്കെ വഴിയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ കാണാറില്ല ഒരുപാട് പരസ്യങ്ങളൊക്കെ നമുക്ക് ഓരോ കമ്പനീസുമായി ബന്ധപ്പെട്ടവരെ ഇത്ര ആൾക്കാർ ആവശ്യമുണ്ട്, ഇത്ര വേക്കൻസീസ് ഒക്കെ ഉണ്ട് നമ്മൾ കാണാറില്ലേ? ഓക്കെ, അതൊരു ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അടുത്തത് എന്താണ്? തേർഡ് പാർട്ടി മെത്തേഡ്. Third party methods. The use of commercial or private employment agencies, state agencies, placement office of schools, colleges and professional association recruiting firms, management consulting firms and friends and relatives. Third party മെത്തേഡിലൂടെ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുന്നത്? എങ്ങനെയായിരിക്കും അത്?
ഇത് മറ്റ് ഏജൻസികളാണ്. നമ്മൾ നേരത്തെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ പോലെയല്ല, ഇത് മറ്റു ഏജൻസികൾ മുഖാന്തരമാണ് ഇവിടെ ഒരു ടെക്നിക്സ് നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ്? അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏജൻസികൾ ഉണ്ടായിരിക്കാം, പ്ലേസ്മെന്റ് ഓഫീസ് സ്കൂളുകൾ ഉണ്ടാവാം, പ്ലേസ്മെന്റ് കൊടുക്കുന്ന സ്കൂളും കോളേജസുകൾ ഉണ്ട് അല്ലെ, പ്രൊഫഷണൽ അസോസിയേഷൻ, പിന്നെ എന്താണ് റിക്രൂട്ടിംഗ് ഫേംസുകൾ മാത്രമായിട്ടുള്ള അങ്ങനെയുള്ള പ്ലേസുകൾ ഉണ്ട്. പിന്നെ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേംസ് ഉണ്ട്. ചിലപ്പോൾ എന്താണ് ഫ്രണ്ട്സോ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ വഴി നമ്മൾ എന്താണ് പല ജോലി അവസരങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിയാറുണ്ട്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ മെത്തേഡ്, റിക്രൂട്ട്മെന്റിന്റെ മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് പാർട്ടി മെത്തേഡ്. അതായത് മറ്റ് ഏജൻസികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വഴി നമ്മൾ അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ 3 മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഡയറക്റ്റ് എന്ന് പറയുന്നത് റിക്രൂട്ടേഴ്സ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നേരിട്ട് പോയിട്ട് അവരെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്ട് മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അഡ്വർടൈസ്മെന്റിലൂടെ പ്രൊഫഷണൽ ജേർണൽസ് മാഗസിൻസിലൊക്കെ എന്താണ് അതുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടായിരിക്കും ഇൻഡയറക്ട് മെത്തേഡ്സിലൂടെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത് മറ്റ് ഏജൻസി മുഖാന്തരം മറ്റ് കൺസൾട്ടിംഗ് ഫോംസ് ഒക്കെ മുഖാന്തരം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതാണ് തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. Method of assessment of recruitment program. Recruiting sources should be periodically assessed. For this purpose, the criteria may be course work applicant, the applicant hiring ratio, tenure, performance appraisals, etc. Method of assessment of the recruitment program. നമ്മുടെ recruitment program നമ്മൾ assess ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ റിക്രൂട്ട്മെന്റ് എന്ന പ്രക്രിയ അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അസസ് ചെയ്തിരിക്കണം, വിലയിരുത്തിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണ്? അതിലെന്തെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അതിന്റെ ക്രൈറ്റീരിയസിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ കൊടുക്കാനുണ്ട്. കാരണം ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ, അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും? ഹയറിംഗ് റേഷ്യോ, ആപ്ലിക്കന്റിന്റെ ഹയറിംഗ് റേഷ്യോയില് വ്യത്യാസം കൊടുക്കാത്തില്ല. ടെനർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അധികാരകാലം അല്ലെ, അവർ എത്ര വർഷമാണെന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പെർഫോമൻസ് അപ്രീഷ്യൽസ് എക്സെട്ര. പെർഫോമൻസ് അപ്രീഷ്യൽ എന്താണ്? പ്രകടന മൂല്യനിർണ്ണയം, ഒരു എംപ്ലോയിയുടെ പ്രകടന മൂല്യനിർണ്ണയം. അന്ന് ഇത്തരം കാര്യങ്ങളാണ് ഇതിലുണ്ടായിരിക്കുക, റിക്രൂട്ട്മെന്റ് പ്രോഗ്രാംസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ എന്താണ് നമുക്ക് പീരിയോഡിക്കലായിട്ട് നമുക്ക് അസസ് ചെയ്യാവുന്നതാണ്, അത് വിലയിരുത്താവുന്നതാണ്. ഇതിൽ മാറ്റങ്ങൾ വരുത്താമെങ്കിൽ അത് ഓരോ കമ്പനിയുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഹയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്താം. ടെനർ അല്ലെങ്കിൽ ആ അധികാര പരിധിയുടെ കാലത്തിൽ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രീഷ്യൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ഇത് അസസ് ചെയ്യുന്നത് വഴി, റിക്രൂട്ട്മെന്റ് പോളിസി അസസ് ചെയ്യുന്നത് വഴി എന്താണ് പല തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. മാത്രമല്ല അത് കൃത്യമായിട്ട് പീരിയോഡിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം കൃത്യമായിട്ട് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഈ വിലയിരുത്തൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള എർണിങ്സ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ പുതിയ പുതിയ പ്രവണതകളും കമ്പനീസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന പ്രോസസ്സ് അവസാനിച്ചു. സ്റ്റെപ്പുകൾ ഏതൊക്കെ സ്റ്റെപ്സ് ആയിരുന്നു റിക്രൂട്ട്മെന്റ് പോളിസിയുടെ? സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഒരു റിക്രൂട്ട്മെന്റ് പോളിസി ഉണ്ടായിരുന്നു. പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ 4 പ്രിൻസിപ്പിൾസ് പഠിച്ചിരുന്നു. പിന്നെ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ പ്രകാരം എന്താണ് അത് ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ജനറൽ ആയിട്ടൊരു പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ പ്രൊസീജിയറോ ഒന്നും തന്നെയില്ല. ഓരോ കമ്പനീനെ അനുസരിച്ചിട്ടായിരിക്കും, അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നത്. എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു റിക്വസിഷൻ പ്രോസസ് ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ അഭ്യർത്ഥനകളെ മാനിച്ച് ആ അഭ്യർത്ഥനയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് രീതിയിൽ നടത്തി കൊടുക്കുന്ന ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മള് ഈ റിക്രൂട്ട്മെന്റ് പ്ലാൻ ഒന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നും ഇന്റേണൽ സോഴ്സസിൽ നിന്നും നമ്മള് ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നും ഇന്റേണൽ സോഴ്സസിൽ നിന്നും എംപ്ലോയീസിനകത്ത് കമ്പനിയുടെ അകത്ത് നിന്നുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ട് പുറത്തു നിന്നും ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, അതേഴ്സിനെയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിന്റെ മെത്തേഡ്സ് 3 രീതിയിൽ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്സ്. റിക്രൂട്ട്മെന്റിന്റെ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്, തേർഡ് പാർട്ടി മെത്തേഡ്സ്. ഓക്കെ,
ദെൻ മാത്രമല്ല ഈ ഒരു മെത്തേഡ്സ് റിക്രൂട്ട്മെന്റിന്റെ പ്രോഗ്രാം നമ്മൾ ഇടയ്ക്കിടെ പീരിയോഡിക്കൽ ആയിട്ട് കൃത്യമായിട്ട് അസസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ആണ്. സെലക്ഷൻ. The selection procedure is related to acquiring relevant information about an applicant. The objective of the selection process is to find out whether an applicant meets the qualification for a specific job and to select the applicant who is most likely to carry out well in that job. Okay. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? സെലക്ഷൻ എങ്ങനെയുള്ളവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയുള്ളവരെയാണ് സെലക്ട് ചെയ്യുന്നത്? ഒരാളെ സെലക്ട് ചെയ്യുന്നതിന് അയാളുമായി ബന്ധപ്പെട്ട റെലവന്റ് ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കുള്ളൂ നമ്മൾ ആ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം ക്വാളിഫിക്കേഷൻസും ആൾക്കുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിന് ആ ഒരു ജോലിയിലേക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സെലക്ഷൻ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. Selection involves choosing between applicants for jobs and removing applicants who are unsuitable applicants. നമ്മൾ ഇതിൽ സെലക്ഷൻ പ്രോസസ് നടക്കുമ്പോൾ എങ്ങനെയുള്ളവരെ നമ്മൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ സെലക്ട് ചെയ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ് അല്ലെ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെങ്കിൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നു. എങ്ങനെയുള്ളവരാണ് നമ്മൾ നിരസിക്കുന്നത്? എങ്ങനെയുള്ളവരെയാണ് ചൂസ് ചെയ്യാത്തവരെ റിമൂവ് ചെയ്യുന്നത്? ആരെയാണ് റിമൂവ് ചെയ്യുന്നത്? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസുകളെ അല്ലെ, അതായത് ആ ജോലിക്ക് ഒട്ടും സൂട്ടബിൾ ആവാത്തവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. സൂട്ടബിൾ ആയവരെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അൺക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ നമ്മൾ റിമൂവ് ചെയ്യുകയും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ പ്രധാനമായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ മാത്രം, ബെസ്റ്റ് എന്ന് കണ്ടവരെ മാത്രം സെലക്ട് ചെയ്യുന്ന, അല്ലാത്തവരെ നമ്മൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, while planning a selection policy, due consideration should be given to organization needs as well as a technical and professional extent of selection procedures. അപ്പോൾ ഈ ഒരു സെലക്ഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവരെ തെരഞ്ഞെടുക്കുക, എങ്ങനെയാണ് ഈ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്? ഇവരെ ക്വാളിഫിക്കേഷൻ ബേസ് മാത്രമാണോ സെലക്ഷൻ നടക്കുന്നത്? അവരെ എത്രത്തോളം പഠിച്ചിട്ടുണ്ടല്ലോ, എത്ര ക്വാളിഫൈഡ് ആണെന്ന് മാത്രം നോക്കിയിട്ടാണോ സെലക്ഷൻ നടത്തുന്നത്? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാറുണ്ടോ? സ്കിൽസ്, ടെക്നിക്കൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽസ് കൂടി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് അവരുടെ പെർഫോമൻസിലൂടെ അല്ലെ, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ റിയൽ ആയിട്ടുള്ള പെർഫോമൻസ് കൂടി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ചിലപ്പോ ഒരേ 10 പേരെങ്കിലും 10 പേരും ചിലപ്പോൾ ഒരേപോലത്തെ പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം. അപ്പൊ അത്ര 10 പെർഫോമൻസും നല്ലതാണെങ്കിൽ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. അപ്പൊ അതിനെന്താണ്, അതിനു വേണ്ടി വേറൊരു പ്രോസസ്സ്, വേറെ സ്റ്റെപ്സ് അവർ കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്താണ്, ഈ സെലക്ഷൻ പ്രക്രിയ തന്നെ വലിയ രീതിയിൽ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഇന്റർവ്യൂ പ്രോസസ്സിലേക്ക് എത്തിച്ചേരുള്ളൂ. സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു കാൻഡിഡേറ്റ്സ് പല സെക്ഷൻസിലൂടെ, പല സ്റ്റെപ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ് ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. നിങ്ങൾക്കറിയാലോ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ് എന്താണെന്ന്? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ, ഒരു സെലക്ഷൻ പ്രോസസ്സിന് ഒരു കാൻഡിഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആളെ കൊണ്ട് ആളുടെ പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അറിയാലോ അതെന്താണെന്നാ? പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ് കണ്ടിട്ടുള്ള എല്ലാവരും? ഓക്കെ, യെസ്. ആ ഇന്റർവ്യൂ സ്ക്രീനിങ് കണ്ടക്ട് ചെയ്തതിനു ശേഷം പിന്നെന്താ വരുന്നത്? ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. A fact finder which helps one to learn about the applicant background and life history. All conducted interviews to inspect the facts and get at attitudes of the applicant and his family to the job. നമ്മൾ ആ പ്രിലിമിനറി സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നോക്കുന്നത് ആളുടെ ആപ്ലിക്കേഷൻ ഫോംസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ലൈഫ് ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈഫ് ഹിസ്റ്ററി. എന്താണ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈഫ് ഹിസ്റ്ററി? ആ പേഴ്സൺ, ആ ഇൻഡിവിജ്വൽ പേഴ്സന്റെ
ലൈഫ് ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടക്ടഡ് ഇന്റർവ്യൂസ് ടു ഇൻസ്പെക്ട് ദ ഫാക്ട്സ് ആൻഡ് ഗെറ്റ് an attitude of the applicant and his family to the job. പിന്നെന്താ നമ്മൾ നോക്കുന്നത്? ഒരു കുടുംബത്തിന്റെ മനോഭാവം കൂടി അവിടെ നോക്കേണ്ട കാര്യമുണ്ടോ? ഈ ആപ്ലിക്കേഷൻ ഫോംസിലൂടെ ലൈഫ് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടും അനലൈസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ അവിടെ നോക്കുന്ന കാര്യം എന്താണ്? എന്ത് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്? The facts and get the attitude of the applicants and his family to the jobs. അല്ലെ, അവരുടെ ആ ഒരു കുടുംബത്തിന്റെ മനോഭാവം കൂടി മനസ്സിലാക്കുന്നതിന് നമുക്ക് ആ ഒരു ഫാമിലി ലൈഫ് ഹിസ്റ്ററി ഒക്കെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ അതുകൂടി അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു ജോലിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നോക്കുന്നത്, ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിനൊക്കെ ആപ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ദെൻ അതിനുശേഷം എന്താണ്? ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റിൽ നമ്മള് മൈൻഡ് മാത്രമല്ല നമ്മുടെ ബോഡി കൂടി ഫിറ്റ് ആണോ എന്ന് അറിയണം. അല്ലെ, ബോഡി കൂടി മെന്റലി ഓക്കെ ആയിരിക്കണം, ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ മാത്രം ഒരാളെ നമ്മൾ ജോലിക്ക് തിരഞ്ഞെടുക്കുള്ളൂ. അല്ലെ, ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ്സിൽ ഇപ്പൊ മെന്റലി ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, ഫിസിക്കലി ചിലപ്പോൾ അയാൾ ഓക്കെ ഇല്ലെങ്കിൽ എന്നാൽ ആളെ ചിലപ്പോൾ സെലക്ട് ചെയ്യില്ല. അല്ലെ, ഫിസിക്കൽ എക്സാമിനേഷനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ പ്രോസസ്. അയാളുടെ ആരോഗ്യ നിലയിൽ പറയുമ്പോൾ അയാളുടെ സ്റ്റാമിനയും കൂടി വളരെ പവർഫുൾ ആണോ എന്ന് കൂടി നമ്മളത് ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവിടെ പ്രോസസ് നമ്മളത് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഫിസിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. Then psychological testing. To inspect the surface area and get an objective look at candidates' suitability for a job, candidates' aptness for a job. ഇനി നമ്മൾ നടത്തുന്ന എന്താണ്? സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ എക്സാമിന് ശേഷം ആള് ഫിസിക്കലി ഫിറ്റ് ആണെന്നതിന് ശേഷം എന്താണ്? മെന്റലി ഫിറ്റ്നസ് കൂടി നമ്മൾ നോക്കുന്നു. അല്ലെ, എങ്ങനെയാണ് ആ ഒരു കാൻഡിഡേറ്റ് ആ ജോബിന് ആപ്റ്റ് ആണോ, സൂട്ടബിൾ ആണോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യും? അതായത് ആ ജോലി അയാൾക്ക് കൊടുത്തിരിക്കുന്ന ജോലിയിൽ ആള് ഓക്കെ ആണോ, അല്ലെ, ആ കാൻഡിഡേറ്റ് ആപ്റ്റ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള വിവിധ തരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റസിലൂടെയാണ് ആ ഒരു ഘട്ടം കടന്നു പോകുന്നത്. എല്ലാം തന്നെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. ദെൻ റെഫറൻസ് ചെക്ക്. എന്താണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്? സെലക്ഷൻ പ്രോസസ്സിലെ റെഫറൻസ് ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെഫറൻസ് ചെക്ക് എന്ത് റെഫർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റെഫറൻസ് ചെക്കിൽ വരുന്നത്? ആരെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് റെഫറൻസ് ചെക്കില്? സ്റ്റാഫ് റെഫറൻസ് ആണ്. അല്ലെ, ആ സ്റ്റാഫിനെ കൃത്യമായിട്ട് നമ്മൾ റെഫർ ചെയ്യും. അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നുകൂടി അനലൈസ് ചെയ്യണം. ഓക്കെ, ദെൻ ഫൈനൽ സെലക്ഷൻ. റെഫറൻസ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് പറയുന്ന സ്റ്റെപ്പ് എന്താണ്? ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ആണ്. ആരാണ് ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ കൊടുക്കുന്നത്? ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ്സ്. ഫൈനൽ സെലക്ഷൻ ആരുമായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്? ആരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ്സ്. ഓക്കെ, അതായത് ഇത്തരം പ്രോസസ്സുകൾ, ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ഫൈനൽ അപ്രൂവൽ ഉണ്ട്. ഫൈനൽ അപ്രൂവൽ എന്ന് പറയുന്ന ആളുടെ റെഫറൻസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം എന്താണ്? ആ ഒരു തീരുമാനം അറിയിക്കുന്നത് ആ മാനേജർ ആയിരിക്കും. ഓക്കെ, ആ ഡിസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫൈനൽ സെലക്ഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അത് കൃത്യമായിട്ട് അറിയിക്കുന്നത് മാനേജർ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്സിലൂടെയാണ് പ്രധാനമായിട്ടും സെലക്ഷൻ പ്രോസസ്സുകൾ കടന്നു പോകുന്നത്. ഒന്ന് പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, ദെൻ ആപ്ലിക്കേഷൻ ഫോംസുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു, ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു, സൈക്കോളജിക്കൽ ടെസ്റ്റ് ആ ഒരു ജോലിക്ക് ആൾ ആപ്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു, റെഫറൻസ് നോക്കുന്നു, ദെൻ അവസാനം എന്താണ്? ഫൈനൽ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്നത് മാനേജർ ആയിരിക്കും. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ? നെക്സ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒക്കെ ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഫസ്റ്റ് വൺ, ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അപ്പൊ നമ്മള് ഈ ഒരു സൈക്കോളജിക്കൽ ബേസിസ് ആയിട്ട് പ്രത്യേകിച്ച് ഹ്യൂമൻ ബിഹേവിയറിന്റെ ആ ഒരു
ഹ്യൂമൻ ബീങ് എത്രത്തോളം ആ മനുഷ്യന്റെ പെരുമാറ്റം എത്രത്തോളമാണ്, അല്ലെങ്കിൽ മെന്റലി ആൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയില് പല ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ആ ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് അഭിരുചിയുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് അല്ലെ. അച്ചീവ്മെന്റ് ടെസ്റ്റ് ആളുടെ നോളജ് നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആളുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടത്, ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ. ഇങ്ങനെ 4 രീതിയിലാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? tries to test your ability to carry out tasks and react to situation at work. Aptitude test try to test your ability to carry out tasks and react to situation at work. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്? അയാളുടെ വർക്കുമായി ബന്ധപ്പെട്ട അല്ലെ, അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കൊടുത്തതിന് ശേഷം ആ ഒരു സിറ്റുവേഷൻസിൽ ആളുകൾ റിയാക്ട് ചെയ്യുന്നു, ആളുടെ എബിലിറ്റി ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ടാസ്കില് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ള ആളുടെ മനോഭാവം എന്താണ് അല്ലെ, അതാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, എബിലിറ്റി ടു ദ ടാസ്ക്. വെരി ഗുഡ്. Then achievement test. എന്താണ് achievement test? It evaluate developed knowledge or skill after a period of training. Achievement test എന്താണ് ഇവിടെ evaluate ചെയ്യുന്നത്? നോളജ് ഓഫ് സ്കിൽ. എപ്പോഴാണ് നോളജ് ഓഫ് സ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്? പീരീഡ് ഓഫ് ട്രെയിനിങ് അല്ലെ. ട്രെയിനിങ് പീരീഡില് കൃത്യമായിട്ടാണ് സിറ്റുവേഷൻസ് ഒക്കെ കൊടുത്ത ടാസ്കില് ചെയ്യുന്ന കാര്യങ്ങൾ ആൾ എത്രത്തോളം നോളജബിൾ ആയിട്ട് സ്കിൽഡ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ആ പരിശീലന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൽ അയാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ എന്താണ് ആൾക്ക് കൃത്യമായിട്ടത് സക്സസ് ആകാനായിട്ട് ആൾക്ക് സാധിക്കും. കാരണം അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, അവിടെ നോളജ് ഓഫ് സ്കിൽസ് ആണ് അവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റിൽ. ഓക്കെ, ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താണ്? ഇറ്റ് മെയിൻലി ആസസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. Personality testing and assessment refer to the technique designed to measure the characteristics, patterns, the traits that people show across various situations. Personality test എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ എന്ന് പറയുന്നത്? ഹ്യൂമൻ പേഴ്സണാലിറ്റിയിലെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതെന്താണ്? പലതരത്തിലുള്ള പല ബിഹേവിയർ നമ്മൾ പഠിച്ചിട്ടില്ല, ഡൈനാമിക് നേച്ചറുള്ള പേഴ്സൺസ് ആണ് ഓരോരുത്തരും അല്ലെ. അപ്പൊ അത്ര ആൾക്കാരെ നമ്മൾ കുറച്ചുകൂടെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പല സിറ്റുവേഷൻസ് കൊടുക്കുന്നത്, പല സിറ്റുവേഷൻസിൽ ഓരോ സിറ്റുവേഷൻസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു സമയത്ത് അവർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഓക്കെ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എന്താ പേഴ്സണൽ ടെസ്റ്റുകൾ നടത്തുന്നത്, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ പലരും പരാജയപ്പെടാറുണ്ട്. കാരണം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ബിഹേവ് ചെയ്യാൻ പറയുമ്പോൾ ചിലർക്കും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ എന്താ, ചിലർക്ക് പേഷ്യൻസ് നഷ്ടപ്പെട്ട് ചിലപ്പോൾ അവിടെ എന്താണ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിരിക്കാം, ചിലപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് അവർ ഓടിപ്പോയേക്കാം. പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഈ ഒരു ടെസ്റ്റിൽ ചിലപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് നെഗറ്റീവ് ആൻസേഴ്സ് വരെ ചിലപ്പോൾ കൊടുത്തെന്ന് വരാം. ഓക്കെ, അതായത് നമ്മളുടെ ഉള്ളിലുള്ള സ്വഭാവം ചിലപ്പോൾ ചില സമയത്ത് പുറത്തു വരില്ലേ, ചില സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവം പുറത്തു വരും. അതായത് ക്ഷമ നശിക്കുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവം, അല്ലെങ്കിൽ ദേഷ്യം കയറുന്ന സമയത്താണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ പലരും ഫെയിൽഡ് ആയി പോവാറുണ്ട്. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് ഫെയിൽഡ് ആയി പോകുന്നത്? സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്ന ടെസ്റ്റുകളാണ്. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസ് എല്ലാവർക്കും ഒരേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ ആള് എന്താണ് സെലക്ട് ആവാതെ റിമൂവ് ചെയ്ത് പോവാം. ഓക്കെ, ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ടെസ്റ്റ് it determines a person's preference for specific field of activity. Interest test എന്താണ്? എന്താണ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് എന്താണ്? It determines a person's preference for a specific field or activities. എന്താണ് ഇൻട്രസ്റ്റ് പിള്ളേരെ? യെസ്, താല്പര്യങ്ങളാണ്. അതായത് ഏത് ആൾക്ക് കൊടുക്കുന്ന ഫീൽഡ് ആക്ടിവിറ്റീസിൽ അല്ലെ, അതായത് അയാൾക്ക് ചിലപ്പോൾ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും, അതായത് ആ ജോബ് റിലേറ്റഡുമായിരുന്നു, അതായത് ആ കൊടുത്തിരിക്കുന്ന ഫീൽഡിലെ വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി അയാൾ എത്രത്തോളം താല്പര്യത്തോടെ ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരാൾ ഇഷ്ടമുള്ള വർക്ക് ചെയ്യുന്നതും ഇഷ്ടമില്ലാത്ത വർക്ക് ചെയ്യുന്നതും നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അല്ലെ.
ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെടാതെ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ കയറിയിട്ട് എന്താണ് കുറെ പേരോട് എന്ത് ചോദിച്ചാലും ഉണ്ടാതിരിക്കുന്നു, ഒന്നും റെസ്പോൺസ് ഇല്ല. അത് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കുട്ടികളായിരിക്കും. പക്ഷെ ചില കുട്ടികൾ എന്താണ് ചോദിക്കുമ്പോ ഓക്കെ മിസ്, മനസ്സിലായി മിസ്, ഒന്നുകൂടി പറയാം മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതാക്കി പറഞ്ഞല്ല കേട്ടാ. ഓക്കെ, അതായത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ആൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്ത ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ടുള്ള ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലാത്തത് എന്താണെന്ന് തിരിച്ച് കൃത്യമായിട്ട് ആത്മാർത്ഥല്ലെങ്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാവും. ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല, തോന്നിയ പോലെ എന്തോ ചെയ്യണമെന്ന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ അയാളെ വർക്ക് ചെയ്യുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതും എല്ലാം എന്താണ് ഇതേപോലെ സിറ്റുവേഷൻസ് കൊടുത്തിട്ടാണ് ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, നിങ്ങൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ അത് മിക്കതും ചോദിക്കാറുണ്ട് എക്സാമിന്. ബാക്കിയുള്ളതിന്റെ പേരുകൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം തന്നെ എന്ത് റിലേറ്റഡ് ആണ്? ആസ് എ ഹ്യൂമൻ ബിഹേവിയർ കേട്ടോ. ആസ് പെർ ഓഫ് ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാ ടെസ്റ്റുകളും. ഇനി നമ്മൾ നോക്കുന്ന എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റസ്. ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റസ് എന്താണ് അവിടെ വരുന്നത്? ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി കുറച്ച് ടെസ്റ്റുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണത്? On the basis of use to which the tests are put, they be categorized into 3 broad categories. അതായത് ഈ നമ്മുടെ ബിഹേവിയർ ടെസ്റ്റസ് കൂടാതെ നമ്മൾ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു 3 ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒന്ന് സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്, പ്ലേസ്മെന്റ് ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഓക്കെ, അതായത് ഓരോ ജോലിയുടെ യൂസസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫസ്റ്റ് വരുന്ന എന്താണ്? സെലക്ഷൻ ടെസ്റ്റ് ആണ്. These tests are done to select apt candidates for a particular job. What is selection test? എന്താണ് ഉദ്ദേശിക്കുന്നത്? ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഒരു പെർട്ടിക്കുലർ ജോബിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്താ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? സെലക്ഷൻ ടെസ്റ്റ്. അതായത് ഏത് ജോബാണോ ആ ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ആ പ്രോസസ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. എന്താണ്? Under such test, special consideration are given to decide on which of the several possible assignments a person will be able to do his best. എന്തായിരിക്കും ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ അതായത് ഒരു വ്യക്തിക്ക് തന്റെ ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ചിലപ്പോൾ എന്താണ് അസൈൻമെന്റ്സുകളോ അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാംസ് ഒക്കെ ആൾക്ക് കൊടുക്കും. അതിൽ ആൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും മികച്ചതായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിക്ക് തന്റെ ഏറ്റവും മികച്ചത് ചെയ്യാൻ പറ്റുന്ന നിരവധി തരത്തിലുള്ള അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാണ്. അതിൽ നിന്ന് ആളെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോ 5 ടോപ്പിക്സ് വരുമ്പോൾ 5 ടോപ്പിക്സിൽ 5 എണ്ണം നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നിരിക്കില്ല അല്ലെ? ചിലപ്പോ 4ാമത്തെ ടോപ്പിക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അതിലായിരിക്കും നമ്മൾ ആ ഒരു വിഷയത്തിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ട് ആയിരിക്കുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്? പ്ലേസ്മെന്റ് ടെസ്റ്റോ ഡിസിഷൻ ടെസ്റ്റ് കേട്ടോ. രണ്ട് രീതിയിൽ പറയാറുണ്ട്. പ്ലേസ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറയും. It is considered with assigning a person to different level of work rather than distinctly different types of work. അവിടെ നമ്മുടെ പ്രിന്റിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിന്റെ അതേ ഭാഗം ഇവിടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കണ്ട. അതേപോലെ തന്നെ പ്ലേസ്മെന്റ് ടെസ്റ്റ് പിന്നെയും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. PDF നോക്കുമ്പോൾ കാണുന്ന മിസ്റ്റേക്ക് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എന്തിനെ കൺസിഡർ ചെയ്തിട്ടാണ് വരുന്നത്? അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് റാദർ ദാൻ ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്. എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും പ്ലേസ്മെന്റ് ടെസ്റ്റ് വരുന്നത് എന്ന് പറയാമോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് എടുക്കുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്?
person to എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് rather than evidently different types of work. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നത്? അപ്പോ ഓക്കെ പറഞ്ഞേ. ഒരേ വർക്കാണോ കൊടുക്കുന്നത്? ഒരേ വർക്കിന്റെ അടിസ്ഥാനത്തിലാണോ തിരഞ്ഞെടുക്കുന്നത് അവരെ? അല്ല, ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക്സ് ആണ് അല്ലെ. ഡിഫറെന്റ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതായത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വർക്ക്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് അവരെ കൺസേൺ ചെയ്യുന്നതാണ് എന്ത്? പ്ലേസ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ടൈപ്സ് വർക്ക്സുകൾ കൊടുത്തതിന് ശേഷം എന്താണ് അവരെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ് ആണ് എന്താ? പ്ലേസ്മെന്റ് ടെസ്റ്റ് ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അപ്പൊ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ടെസ്റ്റ് individual test is a test which a single individual is tested at a time and also observe his behavior carefully throughout the testing period. Individual test എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ആരാണ്? ഇൻഡിവിജ്വൽ സിംഗിൾ പേഴ്സൺ ആണ് അല്ലെ. അതായത് ഒരു ടൈമിൽ ആ ഒരാളെ മാത്രം നമ്മൾ അയാളുടെ ബിഹേവിയറും അല്ലെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അയാളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അയാൾ ഒറ്റയ്ക്ക് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ഒറ്റയ്ക്ക് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്? ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഗ്രൂപ്പ് ടെസ്റ്റ് എന്തായിരിക്കും? ഗ്രൂപ്പ് ടെസ്റ്റ് അറിയാലോ നമുക്ക്. Group tests are normally done in a format which enables individual to record his own responses and can be stimulatively given to a member of individuals without any special need of observing their behavior. Group test എന്ന് പറയുമ്പോൾ അതിൽ ഒരു മെമ്പർ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ടെസ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സിമ്പിൾ ആണ്. സ്റ്റിമുലന്റ് ടെൻസിൽ എന്ന് പറയുന്ന ഒരേ സമയം നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റിമുലന്റ് ടെൻസിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ പേരെ നമ്മൾ എന്താണ് ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസിനെ നമ്മൾ അവരുടെ ബിഹേവിയറും കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന പ്രോസസ്സാണ് ടെസ്റ്റ് ആണ് എന്ത്? ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മറ്റേത് എന്താണ്? ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ അനലൈസ് ചെയ്യുന്നതും ഒബ്സർവ് ചെയ്യുന്നതാണ് എന്ത്? ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സിന് ഇൻഡിവിജ്വൽസിനെ നമ്മൾ അവർ ഒബ്സർവ് ചെയ്യുകയും അവരുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്സ്. അത് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് എന്തിന്റെ ബേസിസിലാണ്? ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് 4 ടെസ്റ്റസിലൂടെ അവർ സെലക്ട് ചെയ്യുന്നു. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റിലൂടെ. Then on the uses of ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്യുന്നത്? കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇൻഡിവിജ്വൽ ഓഫ് ഗ്രൂപ്പ് ടെസ്റ്റസിലൂടെയാണ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് നോക്കുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂസ്. വാട്ട് ഈസ് ഇന്റർവ്യൂ? ഇറ്റ്സ് എ ഫോർമൽ മീറ്റിംഗ് അല്ലെ. It's a formal meeting whenever one or more persons question or assess another person. എന്താണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അല്ലെ. എത്ര പേരാണ് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്? ഒരു വ്യക്തിനെ എത്ര പേര് ഇന്റർവ്യൂ ചെയ്യും? One or more person question or assess another person. That is interview. അല്ലെ. ഫോർമൽ മീറ്റിംഗ് ആണ്. The most widely used selection tool is probably the interview. നമ്മൾ ഒരു സെലക്ഷൻ ടൂൾ ആയിട്ട് നമ്മൾ കോമൺലി സെലക്ട് ചെയ്യുന്ന ഒരു ടൂൾ എന്താണ്? സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് ഇന്റർവ്യൂ പ്രോസസ് ആണ് അല്ലെ. നമ്മൾ ആ വ്യക്തിയുമായിട്ട് നേരിട്ട് മുഖാമുഖമാണ് അയാൾ ഒബ്സർവ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതായത് മറ്റ് ഒരു ടെസ്റ്റിനേക്കാൾ മറ്റെന്ത് തരം ഇതിനേക്കാൾ എന്താണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ നേരിട്ട് ഒരാളെ റിയൽ ആയിട്ട് ഇരുന്ന് ഒബ്സർവ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക്സ് ഇൻ സെൻസ് its scope consists of measuring all the relevant characteristics and interpreting and classifying all other information about the applicant.
ഇപ്പൊ സെലക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൂളുമാണ്, പക്ഷെ അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ടെക്നിക്സ് കൂടിയാണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കാരണം നമ്മള് കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് അവിടെ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യണം അല്ലെ. മാത്രമല്ല അവർക്ക് പല സിറ്റുവേഷൻസ് കൊടുക്കും, അതിനനുസരിച്ചുള്ള അവരുടെ മറുപടിക്ക് അനുസരിച്ചിട്ട് എന്താണ് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ. നമ്മുടെ ഉദ്ദേശം എന്താണ് ഇന്റർവ്യൂവിന്റെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ബെസ്റ്റ് പേഴ്സണെ ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പലതരത്തിലുള്ള എന്താ പറയാ പലതരത്തിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ചിലപ്പോൾ തർക്കങ്ങൾ വരെ ചിലപ്പോൾ ഇന്റർവ്യൂസിൽ സംഭവിച്ചിരിക്കാം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അതിനെ കോംപ്ലക്സ് സെലക്ഷൻ ആണെന്ന് പറയുന്നത്. ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ മെത്തേഡ് ആണ്, പക്ഷെ എല്ലാ ഇന്റർവ്യൂസും അതേപോലെ അല്ല അല്ലെ. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇന്റർവ്യൂസ് ഉണ്ട്. ഇന്റർവ്യൂവിനെ തന്നെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Interview is defined as a selection technique which enables the employer view the total. അപ്പൊ ഇന്റർവ്യൂവിനെ കുറിച്ച് ചെറിയൊരു രീതിയിലുള്ള ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? Interview is defined as a selection technique which enables the employer to view the total. എന്താണ് ഇന്റർവ്യൂ എന്നോട് സൂചിപ്പിക്കുന്നത്? അതൊരു സെലക്ഷൻ ടെക്നിക് ആണ് അല്ലെ. ഇവിടെ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? which enables the employer to view the total. എന്നാൽ view the total എന്ന് പറയുന്ന employer view the total എന്ന് പറയുന്നത് എന്താണ്? ഒരു തൊഴിലാളി അല്ലെങ്കിൽ ആ എംപ്ലോയറെ നമ്മൾ മൊത്തത്തിലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലെ. അതായത് മൊത്തത്തിൽ അയാളെ കണ്ട് അയാൾ കംപ്ലീറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നടത്തുന്ന ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയാണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. വ്യൂ ദ ടോട്ടൽ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ അയാളുടെ ഫാമിലി ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്താണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എംപ്ലോയർ വ്യൂ ദ ടോട്ടൽ എന്ന രീതിയിൽ അവിടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? Individuals are directly appraise him and his behavior. An interview attempts to secure a maximum amount of information from the candidates concerning his suitability for the job under consideration. എന്താണ് പറയുന്നത്? Individual and directly appraise his and his behavior. നമ്മളൊരാളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മിണ്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? യെസ്, ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതായത് വ്യക്തിയെ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും. ആളെ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഇന്റർവ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു അറ്റംപ്റ്റ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പരിഗണനയിലുള്ള നമ്മുടെ ജോലിയുടെ അനുയോജ്യതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ജോലിക്ക് അനുയോജ്യമായിട്ട് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരമാവധി വിവരങ്ങൾ ഉറപ്പാക്കാനായിട്ട് നമ്മൾ, അതായത് അതിലൂടെ ആയിരിക്കും നമ്മൾ അയാളുമായി ബന്ധപ്പെട്ട് അയാളുടെ ആപ്ലിക്കേഷൻസ് കയ്യിൽ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടി എന്താണ് നമ്മൾ എന്ത് ചെയ്യും? ആ കാൻഡിഡേറ്റ്സുമായിട്ട് നല്ല രീതിയിൽ ആ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടോ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആ സമയത്ത് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോ ഈ ക്വാളിഫിക്കേഷൻസിന് ഇല്ലാത്ത രീതിയിലുള്ള സ്കില്ലായിരിക്കും ചിലപ്പോൾ ആളുടെ സംസാരത്തിൽ ഉണ്ടായിരിക്കുക അല്ലെ. ഓക്കെ, അപ്പൊ ആളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോ ഈ ഒരു ജോലിയേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും അയാൾ ചിലപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഏത് സമയത്തായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത്? ആളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അഭിമുഖം നടത്തുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ആ ഉദ്ദേശിച്ചിരിക്കുന്ന ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് വരണേ. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ ആരെങ്കിലും എടുത്തിരുന്നോ?
ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാക്സിമം തീർക്കാൻ നോക്കാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.